മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിന് നിവേദനം കിട്ടിയത് ഈ മാസം 13-ന് മാത്രമെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറയുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFും UDFും വയനാട്ടിൽ നടത്തിയ ഹർത്താലിനെ ഹൈക്കോടതി വിമർശിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ഹൈക്കോടതിയിൽ കേന്ദ്രം കൊടുക്കുന്ന വിവരങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഒരു അടിയന്തര സഹായം നൽകാൻ കഴിയാത്തത് എന്നത് വിശദീകരിക്കുന്നുണ്ടോ കേന്ദ്രം? ഹാഷ്മി, നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. അതായത് സംസ്ഥാന സർക്കാർ ഈ PDNA റിപ്പോർട്ട് എന്നാണ് അതിന് പറയുന്നത്. ഈ PDNA റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് നവംബർ 13-ാം തീയതി മാത്രമാണ്. അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് അത് ഒരു കമ്മിറ്റിയൊക്കെ തയ്യാറാക്കി അവർ പഠിച്ച് അതിനുശേഷം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അതായത് ഈ ദുരന്താനന്തരമുള്ള പുനർനിർമ്മാണവും വീണ്ടെടുപ്പും ഒക്കെയാണ് അതിൽ പറയുന്നത്. അതിന് എത്ര തുക ചിലവാകും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത് സംസ്ഥാന സർക്കാർ പറഞ്ഞ പ്രകാരം 2219 കോടി രൂപയാണ് ഉള്ളത്. PDNA റിപ്പോർട്ട് സമർപ്പിച്ചത് നവംബർ 13-ാം തീയതി മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി മുൻപാകെ അറിയിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രം ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നതും. അതായത് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും പറഞ്ഞതുപോലെ സഹായാഭ്യർത്ഥന, അതായത് ഈ റിപ്പോർട്ട് വന്നിട്ടും തങ്ങൾ പണം നൽകാതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. രേഖാമൂലമുള്ള മറുപടിയാണ് TC കൃഷ്ണ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ നൽകിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയുന്ന കാര്യം ഇതാണ്: ഇറ്റ് ഈസ് ഫർദർ സബ്മിറ്റഡ് ദാറ്റ് subsequent to the severe Meppadi landslide 2024 disaster which occurred in Wayanad district of the state of Kerala, the state conducted PDNA exercise estimating requirement of INR 2219 crores for recovery and reconstruction, and report of the state government has been provided to the central government only on 13/11/2024. ഇതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റും അതാണ്. 3-ാമത്തെ പാരഗ്രാഫിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പ്രകാരമുള്ള ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ആരംഭിച്ചു എന്നും അത് ചട്ടപ്രകാരമുള്ള പരിശോധനയ്ക്ക് ശേഷം ഈ തുക അനുവദിക്കാവുന്നതാണോ എന്ന് പരിശോധിക്കുമെന്നും കേന്ദ്രം ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് 16-ാം തീയതി ചേർന്ന ഉന്നതതല യോഗത്തിന് മുൻപാകെ ഒരു 153 കോടി രൂപയുടെ ഒരു സഹായ അപേക്ഷ വന്നിരുന്നു. SDRF ഫണ്ടിൽ നിലവിൽ ഒരു 50% തുക കിടപ്പുണ്ട്. അത് കൂടാതെയാണ് തുക ആവശ്യപ്പെട്ട് വന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ അപ്രൂവൽ നൽകിയിട്ടുണ്ട് എന്നാണ് അവർ ഇന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. മറ്റൊന്ന്, എയർ ബിൽസ്, അത് IAFന്റെ വിമാനങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതും ഭക്ഷണ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ബില്ല് സമർപ്പിക്കപ്പെട്ടിരുന്നു. അതും അപ്രൂവൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. മറ്റൊരു കാര്യം, മൃതദേഹങ്ങൾ മാറ്റിയതും അതോടൊപ്പം ഹെവി മെഷീനറിയും എക്യുപ്മെൻറ്റുകളും ഉപയോഗിച്ച് അവിടുത്തെ മാലിന്യ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തതും, ഈ വീടുകളൊക്കെ തകർന്നു കിടന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ടും തങ്ങളുടെ മുൻപിലേക്ക് ഈ ഹൈ ലെവൽ കമ്മിറ്റിയുടെ മുന്നിലേക്ക് ബില്ല് വന്നിരുന്നു. അതിനും അപ്രൂവൽ നൽകിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഈ അപ്രൂവൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പണം ഇനി ആയിരിക്കാം അനുവദിക്കുന്നത്. അതിനും അപ്രൂവൽ നൽകിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതായത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് കേന്ദ്രം. ഈ നവംബർ 13-ാം തീയതി മാത്രമാണ് ഈ 2219 കോടി രൂപയുടെ PDNA റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകുന്നത് എന്ന് പറഞ്ഞ് ഈ വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് തന്നെ വയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത്. ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നിവേദനം നൽകിയത് ലേറ്റായിട്ടാണ് എന്ന് പറയുകയാണ് കേന്ദ്രം. എങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് ഈ 400-ലധികം പേർ മരിച്ച ഒരു നാടൊന്നാകെ ഒഴുകിപ്പോയ, കേന്ദ്രമന്ത്രി V മുരളീധരൻ പറയുന്ന മട്ടിലല്ല, അതൊരു നാടൊന്നാകെ ഒഴുകിപ്പോയതാണ്. 3 പഞ്ചായത്തുകൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ്. അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഒരു നാടൊന്നാകെ ഒഴുകിപ്പോയ ഒരു മഹാദുരന്തത്തിൽ എന്തുകൊണ്ട് അടിയന്തരമായി എന്തെങ്കിലും ഒന്ന് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാവുന്നില്ലെന്ന് ഇപ്പോഴും ഇന്നത്തെ ആ സമീപനത്തിൽ വ്യക്തമാകുന്നില്ല. അതുമാത്രമല്ല, അധിക തുക നൽകാൻ കേന്ദ്രം തയ്യാറാകുമോ എന്ന കാര്യം തയ്യാറാണ് എന്ന് പോലും അതിൽ കൃത്യമായി പറയുന്നുമില്ല.